ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു പ്രത്യേക ടൈപ്പാണ്, പലർക്കും അറിയായിരിക്കും. കാരണം എൻ്റെയൊക്കെ വീട്ടിൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലില്ലേ, അമ്മ പെട്ടെന്ന് ആരെങ്കിലും വന്നു, അവർക്ക് അധികം നേരം നിൽക്കാൻ നേരമില്ല, വേഗം പോകണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ അമ്മ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ വറവ് സാധനങ്ങളൊക്കെ വെക്കൽ കുറവായിരുന്നു ചെറുപ്പത്തിലൊക്കെ. കൂടുതലും ഇതുപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. ഇപ്പോൾ ബ്രെഡ് വീട്ടിലില്ലെങ്കിൽ തന്നെ അടുത്ത കടയിലേക്ക് വേഗം ചേട്ടനെ വിട്ട് ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് അങ്ങനെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇതിൽ ചേർക്കണ ഒരു സാധനത്തിൻ്റെ ഫോട്ടോ ഞാനിതിൽ വെച്ചിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ മുട്ട ഇവിടെ എന്താ പറയുക, നമ്മൾ പൊതുവെ മലയാളികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ഇവിടെയുള്ളവരുടെ വിചാരം നമ്മളൊന്നും കഴിക്കില്ല എന്നാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർ പൊതുവെ കഴിക്കൽ കുറവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടുത്തെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് മുട്ട ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ പറയാം, ഫസ്റ്റ് ഒരു മുട്ട എടുത്തിട്ട് നന്നായി ഈ ബൗളിൽ അടിക്കുക. അടിക്കുമ്പോൾ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ടാൽ വളരെ നല്ലതാണ്. കുറച്ച് പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഈ മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകം, ഒരു നുള്ളെന്ന് പറയാം. പിന്നെ 2 സ്പൂൺ എന്ന് പറയാൻ ടീസ്പൂൺ നമ്മുടെ എള്ളാണ്. കറുത്ത എള്ളുണ്ടെങ്കിൽ കൂടുതൽ, എൻ്റെ കയ്യിൽ കറുത്തത് ഇല്ല, അത് കാരണം ഞാൻ വെള്ളം യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്രെഡ്, മഞ്ഞൾപ്പൊടി, ഇഷ്ടമുണ്ടെങ്കിൽ കളറിന് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര, ഉപ്പ്, ഇത്ര സാധനങ്ങൾ മാത്രം മതിയിട്ടാ. ഞാൻ എന്തായാലും മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിട്ടിട്ട് കാണിക്കാട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെയുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്നുള്ളതിലാണ്. അവരൊക്കെ കാണുന്നതാണ് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണവരൊക്കെ. മൈദ ഇട്ടിട്ടുള്ളതിലേക്ക് ഇതേ ജീരകവും അതുപോലെ എള്ളും ഇടണിട്ടാൽ മുട്ട അതിൻ്റെ അടിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ പിന്നെ ഉപ്പും പഞ്ചസാര ഇട്ടിട്ടാണ് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കാരണം അത് കാണിക്കണില്ല. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തുട്ടാ, കാരണം ഒന്ന് ലൂസായി കിട്ടണം, ഈ ഒരു കണ്ടൻ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തുട്ടാ. പിന്നെ മുട്ടേര വെള്ളം, ഒരു മുട്ട തന്നെ ചേർത്ത് കൊടുക്കണ്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാട്ടാ. മഞ്ഞൾപ്പൊടിയിൽ കുറേ ഗുണങ്ങളുണ്ടല്ലോ. അത് നമ്മുടെ വയറ്റിൽ വരയ്ക്കൊക്കെ തന്നെ നല്ലതല്ല. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഈ ഭക്ഷണമേ. അപ്പോൾ അത് കാരണമാണ്, എൻ്റെയൊക്കെ ചെറുപ്പത്തിലത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. അമ്മ എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 5-10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അത്ര വേഗം ഉണ്ടാക്കി കഴിയുന്ന ഒരു സാധനമാണ്. അതും ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. ആരുടെയൊക്കെ അമ്മമാർ ഇങ്ങനത്തെ ഉണ്ടാക്കി തന്നിട്ടില്ലെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇടണേ. ഫ്രൈ പാൻ ചൂടാവുമ്പോഴേ പതുക്കെ കുറച്ച് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. ഞാനിവിടെ വീട്ടിൽ പൊതുവെ ഉണ്ടാക്കല് നെയ്യ് കുറച്ചൊന്ന് ഇതാക്കി കൊടുക്കുക, കുറച്ചൊന്നും മതി. എന്നിട്ട് ഇങ്ങനെ ബ്രെഡ് വെച്ച് കൊടുക്കുക. ഫ്രൈ പാൻ ചൂടായപ്പോഴേ ഒരു ബ്രെഡ് ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഡീപ്പായിട്ട് ചെയ്യുക. ഡീപ്പാകുമ്പോൾ ഭയങ്കര വെയിറ്റ് ആവും. അത് കാരണം ഞാൻ മുകളിൽ ഇങ്ങനെ പരട്ടി കൊടുക്കുക ചെയ്യാറുണ്ട്. കണ്ട എല്ലായിടത്തും നല്ല പോലെ ആക്കുക. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫൈനലി ബ്രെഡ് റോസ്റ്റ് റെഡിയായി. ഈ റെസിപ്പി ആർക്കെങ്കിലുമൊക്കെ അറിയുന്നത് വെച്ചാൽ കമൻ്റ് ഇടണേ. ഇത് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.